നമസ്കാരം. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലയുടെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ചാപ്റ്റർ 1ഉം ചാപ്റ്റർ 2ഉം കഴിഞ്ഞ് ചാപ്റ്റർ 3 എത്തി നിൽക്കുന്നു. പുതിയ ചാപ്റ്റർ, പുതിയ 12 വീട്ടമ്മമാർ. പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ 4 ആഴ്ചകളിലായിട്ടാണ് നമ്മുടെ മത്സരം നടക്കുന്നത്. ഫസ്റ്റ് വീക്ക് പ്രിലിമിനറി റൗണ്ട്, സെക്കൻഡ് വീക്ക് ക്വാർട്ടർ ഫൈനൽ, തേർഡ് വീക്ക് സെമി ഫൈനൽ, ഫോർത്ത് വീക്ക് ഫിനാലെ. അപ്പൊ എന്തായാലും മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലയിലെ എല്ലാ മ്യൂസിക്കൽ വൈഫ്സിനും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്ന 2 പേരാണ് നമ്മുടെ സ്വന്തം ജഡ്ജസ്. അപ്പൊ ഒരുപാട് സ്നേഹത്തോടെയും ആദരവോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്വന്തം ജി വേണുഗോപാൽ. ചേട്ടാ, അപ്പൊ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. നമ്മളിതാ ചാപ്റ്റർ 3 എത്തി നിൽക്കുന്നു. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? വീണ്ടും 12 സുന്ദരിമാർ, മനോഹരമായ പാട്ടുകൾ. ഞങ്ങളെല്ലാവരും ആ മത്സര ആവേശം കാണാൻ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുക. എക്സൈറ്റഡ്. ഈ ഗ്ലാസിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അങ്ങനെ ഗ്ലാസിന് പ്രത്യേകത ഒന്നുമില്ല. ഒരു നല്ലൊരു ദിവസമാണല്ലോ, ന്യൂ ഇയർ ആണല്ലോ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ക്രിസ്മസ് ആഘോഷിച്ചു, അതുകൊണ്ട് മഞ്ഞ ഗ്ലാസ്. ഇപ്പോ ന്യൂ ഇയർ ആണ്, അതുകൊണ്ട് ഈ ഗ്ലാസ്. നമുക്ക് സഹിക്കാം അല്ലേ? സഹിക്കാന്നോ? രസമില്ല. എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഇന്ന് സിമ്പിൾ ആയി പോയല്ലോ. ഹഗ് വേണോ? ന്യൂ ഇയർ ആയത് വേണുചേട്ടാ, എന്തായാലും നമ്മുടെ പുതുവർഷത്തിന്റെ ആരംഭമാണ്. അപ്പൊ ഈ ആരംഭം വേണുചേട്ടന്റെ ഒരു ഗാനത്തോടു കൂടി ആയാൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. ഞാൻ റെഡി. റെഡി. ഓക്കെ, ഞങ്ങളും റെഡി. കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ, താളം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ. ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ, താളം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ. ആരംഭം കലക്കി. അപ്പൊ വേണുചേട്ടാ, എന്തായാലും നമ്മുടെ ഈ തുടക്കം തന്നെ വേണുചേട്ടന്റെ ഗാനം കേട്ടു, വേണുചേട്ടന്റെ വിശേഷങ്ങൾ അറിഞ്ഞു. ഇപ്പോ നമ്മുടെ അടുത്ത ജഡ്ജിനെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. വിളിക്കാം. നമുക്ക് സ്വാഗതം ചെയ്യാം മഞ്ജരി. दीवाना दीवाना यार का परवाना, आता है मुझको प्यार में जल जाना, मुश्किल है प्यारे तेरा बच के जाना, ये मेरा दिल यार का दीवाना, दीवाना दीवाना प्यार का परवाना. ഇവിടെ വിശേഷം പറഞ്ഞതിന് ശേഷം പാട്ട് പാടി, ഇവിടെ പാട്ട് പാടി നമ്മൾ വിശേഷം പറയുമ്പോ അല്ലേ? എന്താണ് വേഷം? മൊത്തം തിളങ്ങുവാണല്ലോ. കിറ്റുടുപ്പിട്ട് വന്നതാണോ അതോ ഇത് മനഃപൂർവ്വം എങ്ങനെയായിരുന്നോ? ആൾക്കാർക്ക് സിമ്പിൾ ഡ്രസ് ഇഷ്ടമല്ല ആയിരിക്കും. നമ്മള് രണ്ടുപേരും സിമ്പിളാ. മഞ്ജു, പുള്ളിയാണ് കുറച്ച് ഓവറായിട്ടുള്ളത്. ഒരു പ്രോമിസ് ടു ബി സിമ്പിൾ. 2024 നമ്മൾ സിമ്പിൾ ആണ്. ശരി, അപ്പൊ എന്തായാലും നമ്മുടെ പുതുവർഷം ആരംഭിക്കാൻ പോവാണ്. നമ്മുടെ ചാപ്റ്റർ 3 ആരംഭിക്കും. ഈ ഗ്ലാസ് ഒന്ന് മാറ്റേ. ആ ഒരു നിഷ്കളങ്കമായ കണ്ണുകൾ ആൾക്കാർ കാണട്ടെ. ആണോ വേണുചേട്ടാ? കാണട്ടെ. ആ കണ്ണുകൾ പ്രേക്ഷകർ കാണണം. അതെനിക്ക് ഇത് ശരിക്കും എവിടേക്ക് ഓടിയോണ്ട് നടക്കുന്നേ? ഇപ്പൊ കാണാം ശരിക്കും കണ്ട്. അപ്പൊ മഞ്ജരി ഒരു കാര്യം പറയുമ്പോ എങ്ങനെയാ പറ്റില്ല എന്ന് പറയാ മുഖത്ത് നോക്കി? അങ്ങനെ പറയരുത്. ഇല്ല, പറയില്ല. അപ്പൊ എന്തായാലും 2024 കലക്കും അല്ലേ? കലക്കും പൊടിക്കും. അപ്പൊ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ചാപ്റ്റർ 3 ആണ്, പുതിയ ചാപ്റ്റർ ആണ്, പുതിയ 12 വീട്ടമ്മമാരാണ് വരുന്നത്. ഇന്ന് ആരംഭിക്കാണ്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. കാരണം എല്ലാ പ്രാവശ്യവും നമ്മുടെ ഒരു എപ്പിസോഡ് തുടങ്ങുമ്പോൾ, നമ്മുടെ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങുമ്പോൾ നമുക്ക് പുതിയ പുതിയ ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് കിട്ടുന്നത്. അപ്പൊ ഇപ്രാവശ്യം എല്ലാം വ്യത്യസ്തമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ പ്രേക്ഷകരെല്ലാരും കാത്തിരിക്കുകയാണ് ഇന്നത്തെ മത്സരം കാണാനായിട്ട്, നമ്മുടെ പുതിയ 12 മ്യൂസിക്കൽ വൈഫ്സിനെ കാണാനായിട്ട്. എന്നാ ആരംഭിച്ചാലോ വേണുചേട്ടാ? ആരംഭിക്കാം. പിന്നല്ല. അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ദിസ് ഈസ് മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3 പവേർഡ് ബൈ ഈസ്റ്റേൺ. വേണുചേട്ടാ, മഞ്ജരി,
ഞാൻ വളരെ അഭിമാനത്തോട് കൂടിയിട്ടാണ് ഇവിടെ ഈ വേദിയിൽ നിൽക്കുന്നത്. കാരണം നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മുടെ ചാപ്റ്റർ 1-ന്റെയും ചാപ്റ്റർ 2-ലെയും മ്യൂസിക്കൽ വൈബ്സിനെ പറ്റിയാണ് പ്രേക്ഷകർക്ക് പറയാൻ നേരമുള്ളൂ. പ്രേക്ഷകര് ബാക്കിയുള്ള ആൾക്കാരെ കുറിച്ച് എന്താ പറയുന്നത്? നല്ല അഭിപ്രായം, പ്രത്യേകിച്ച് നിങ്ങൾ രണ്ടുപേരെ പറ്റി, മനുഷ്യരെ പറ്റി കേട്ടാ മതി. അതെ, കേട്ടാ മതി. മൊത്തത്തില് ഫ്ലവേഴ്സിന്റെ ഈ ഒരു പരിപാടി ഉഗ്രനാന്നാ പറയുന്നത്. അപ്പൊ എന്തായാലും ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് നമ്മുടെ മ്യൂസിക്കൽ വൈബ്സ് ഒക്കെ കഴിഞ്ഞ 2 ചാപ്റ്ററിലൂടെ എത്തി. അവരുടെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് പേർക്ക് സിനിമകളിൽ പാടാനുള്ള അവസരം കിട്ടുന്നു, ഒരുപാട് പ്രോഗ്രാംസ് കിട്ടുന്നു. അപ്പോൾ അവരുടെ ഒരു ഗ്രോത്ത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം. അപ്പോൾ ഈ പ്രാവശ്യവും ചാപ്റ്റർ 3-ൽ പുതിയ ഒരുപാട് സ്വപ്നങ്ങളുമായി പുതിയ 12 മത്സരാർത്ഥികൾ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുവാണ്. അപ്പൊ എന്തായാലും നമുക്ക് അവരെല്ലാവരും ഒന്ന് പരിചയപ്പെടണ്ടേ? അവരെ പരിചയപ്പെടാനും അവരെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം മ്യൂസിക്കൽ വൈബ്സ്. ശിവമല്ലിപ്പൂ പൊഴിക്കും മാർഗഴിക്കാറ്റേ, ശിവകാമി കോവിൽ ചുറ്റും മാമഴക്കാറ്റേ, വനമുല്ലയ്ക്കും വാർത്തുമ്പിക്കും ഈ മുത്തണി മുത്തുകൾ കൊത്തിയെടുക്കണ പൊങ്കളിൽ ഇത്തിരി ഇത്തിരി മംഗള മരതക മഴ വീണ
വേണിച്ചേട്ടാ മഞ്ചരി ദാ നമ്മുടെ 12 മ്യൂസിക്കൽ വൈഫ്. ഇവരാണ് ചാപ്റ്റർ 3യിൽ വാശിയേറിയ പോരാട്ടം നടത്താൻ പോകുന്നവർ. എന്താണ് ഇവരോട് പറയാനുള്ളത്? എന്തെങ്കിലും ഒരു ടിപ്പോ, എന്തെങ്കിലും ഉപദേശമോ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? ഒരു 12 കണ്ടസ്റ്റൻസ്. അതെ, എനിക്ക് ഇവരോട് പറയാനുള്ള ഒരേ ഒരു കാര്യം, ആദ്യം ഈ ലൈറ്റ്, ഈ ആൾക്കാര്, ഓർക്കസ്ട്ര, ക്യാമറ, ഇതൊക്കെ കാണുമ്പോൾ ഒരു ഭയം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. പക്ഷേ അതിവിടെ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഭയം പാടില്ല. ഭയം ഇല്ലെങ്കിൽ വിൽ ബി ഗ്രേറ്റ്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മഞ്ചരി, നമ്മുടെ ഈ 12 സുന്ദരിമാരെ കാണാനും അവരുടെ പാട്ട് കേൾക്കാനും ആസ്വദിക്കാനുമാണ് ഞങ്ങൾ ഇരിക്കുന്നത് എന്ന് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. മ്യൂസിക്കൽ വൈഫിന്റെ ഈ ചാപ്റ്റർ 3യിലേക്ക് ഈ 12 സുന്ദരികൾക്കും സ്വാഗതം. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3യിൽ ഇനി മത്സരത്തിനുള്ള സമയമാണ്. ഞാൻ കണ്ണൂരിൽ നിന്നൊരു മത്സരാർത്ഥി ഇറക്കിയിരിക്കുക. ഒരു കണ്ണൂർക്കാരി. അതെ, മഞ്ചരിയുടെ നാടാണ്. അപ്പടിയാ? ആമാ, അപ്പടിതാ അന്ത മാതിരി ഭയം ഇറക്കട്ടും, അന്ത ഭയം ഇറുക്കും. അവര് വന്നു കഴിഞ്ഞാൽ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3യിലെ പ്രിലിംസ് ഇവിടെ ആരംഭിക്കുകയാണ്. നമുക്ക് ആദ്യത്തെ കണ്ടസ്റ്റന്റിനെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം മേഘന.
മേഘന എങ്ങനെ നന്നായി പാടാൻ പറ്റിയോ? ആ ഞാൻ വിചാരിച്ച പോലെ പാടാൻ പറ്റി. പ്രാക്ടീസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായോ? ആ നന്നായിരുന്നു. ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ? ചെറിയ ടെൻഷൻ. പാടി കഴിഞ്ഞപ്പോ ടെൻഷൻ മാറി? ടെൻഷൻ കൂടിയോ പാടി കഴിഞ്ഞപ്പോ? ഇല്ല ഇല്ല ഇല്ല. ശരി മഞ്ജരി, മേഘനയുടെ പാട്ടിനെ കുറിച്ച് പറയൂ. മേഘന സുഖായിരിക്കുന്നോ? സുഖം. വീട്ടിലൊക്കെ എല്ലാരും എന്ത് പറയുന്നു? നല്ല തന്നെ. അതെ, രണ്ട് കണ്ണൂർക്കാരികളാ. എന്തെല്ലാം അപ്പ വിശേഷം? സുഖം തന്നെപ്പാ. കടയിൽ എന്തെല്ലാം എന്തായാലും പറയുന്നത്? നല്ല തന്നെ. ഈ ഡെയിനോട് കുറച്ച് അരുവിലേക്ക് മാറിയേക്കാൻ പറയണ. അങ്ങോട്ട് മാറിക്ക്. എങ്ങോട്ട്? അരുവിലേക്ക്. മാറിക്ക്. അരുവിലോട്ട് മാറിക്കാം. അല്ല പാട്ടെല്ലാം എവിടുന്നാ പഠിക്കുന്ന? അപ്പൊ പാട്ട് കോഴിക്കോട്ടുള്ള ഒരു മാഷ. ഞാൻ ഹിന്ദുസ്ഥാനി ഇപ്പം പഠിക്കുന്നത്. ആഹാ, നന്നായിട്ട് പാടീന്. ഇനിയും നന്നാക്കാം. എനിക്കിങ്ങനെ പെട്ടെന്ന് വരൂല കണ്ണൂർ ഭാഷ. പക്ഷെ എന്തായാലും കണ്ണൂർക്കാരിനെ കണ്ടതിൽ ഒരു സന്തോഷം. ശബ്ദത്തിന് എന്താ ഞങ്ങളുടെ അവിടെ നാട്ടിൽ പറയാന്നറിയോ? എന്താ? അല്ല, ഒച്ച മാത്രല്ല, കൂറ്റ് എന്ന് പറയും. നല്ല കൂറ്റ്. നല്ല കൂറ്റാന്ന്. നന്നായിട്ട് പാടീന്. ഇനിയും നന്നാക്കാം. ഒരു വലിയ കൈയടി. കണ്ണൂരിൽ പറഞ്ഞാൽ നല്ല കൂറ്റ്. അതെ. സ്റ്റൈലിൽ പറഞ്ഞ നല്ല സത്യം കേട്ടാ. നല്ല വോയിസ് കേട്ടോ. ഐ ലൈക്ക് ലവ് യുവർ വോയിസ്. ആ ഒരു ടെക്സ്ചർ നല്ലതാണ് ആ വോയിസ്. അത്രേ ഉള്ളൂ പറയാൻ. അത് മാത്രം. അല്ല, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? മേഘനയെ പറ്റി നമുക്ക് കൂടുതലായിട്ട് അറിയണം. വിശേഷങ്ങളൊക്കെ അറിയണം. എവിടെ നിന്ന് വരുന്നു? കണ്ണൂർ എവിടെയാ സ്ഥലം? കണ്ണൂര് എന്റെ ഹസ്ബൻഡ് വീട് മട്ടന്നൂരാണ്. മട്ടന്നൂര്. ശരി. എന്റെ സ്വന്തം വീട് ശ്രീകണ്ഠാപുരം. ഹസ്ബൻഡ് വന്നിട്ടുണ്ടോ? ഹസ്ബൻഡ് വന്നിട്ടില്ല. ഹസ്ബൻഡ് യൂണിയൻ ബാങ്കിൽ മാനേജറാ. അപ്പോ ലീവ് കിട്ടിയില്ല. അല്ല, ഈ ഒരു നിമിഷം ഹസ്ബൻഡ് ഇപ്പൊ ഇത് കണ്ടോണ്ടിരിക്കുവായിരിക്കും. അദ്ദേഹത്തിനോട് എന്തെങ്കിലും ഈ ഒരു നിമിഷം പറയാനുണ്ടോ? കണ്ണേട്ടാ വേഗം വാ. ഞങ്ങളോടല്ല, അവിടെ. കണ്ണേട്ടാ വേഗം വാ. അതായത് നാട്ടുകാരോട് എല്ലാരോടും പറഞ്ഞു, പുള്ളിയോട് മാത്രം പറയുന്നില്ല. ശരി, അപ്പൊ കണ്ണേട്ടൻ എത്രയും പെട്ടെന്ന് എത്തണം. മേഘന ഇവിടെ തകർത്തുകൊണ്ടിരിക്കുവാണ്. പിന്നെ വേറൊരു കാര്യം, മേഘനയ്ക്ക് പ്രിയപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന് അമ്മ, പിന്നെ മറവി. ശരിയാണോ മേഘന? സത്യം. ഇതെന്താണ് അമ്മയും മറവിയും തമ്മിലുള്ള കണക്ഷൻ? അത് പിന്നെ അമ്മേന്റെ അച്ഛന്റെ പെറ്റാണ് ഞാൻ. അപ്പൊ എല്ലാ കാര്യത്തിലും അമ്മേനെ അച്ഛനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായോണ്ട് ആ ഒരു ചെറിയൊരു മറവിന്റെ ഉണ്ടാവുമല്ലോ. പെറ്റാവുമ്പോ ഓർമ്മിച്ചെല്ലാം ചെയ്യും. അപ്പോ എനക്ക് പെട്ടെന്ന് വരുമ്പോ ചില കാര്യങ്ങളിൽ മറവി ഉണ്ടാവില്ല, ഓർമ്മ ഉണ്ടാവില്ല. ഈ കല്യാണത്തിന് ശേഷം ഹസ്ബൻഡ് ആദ്യമായിട്ട് ഗിഫ്റ്റ് മേടിച്ചു പോലും മറവിക്കുള്ള എന്തോ മരുന്നാണെന്ന് കേട്ട. ശരിയാണോ? ദുഷ്യന്തനാണോ? മനസ്സിലായില്ല മഞ്ജരി. ചില നേരത്തോളം മഞ്ജരിയുടെ കോമഡി കേട്ടാ മനസ്സിലായോ? പക്ഷെ എനിക്ക് മനസ്സിലായി. എന്താ ദുഷ്യന്തന്റെയും ശകുന്തളയും നമുക്കറിയാത്ത ആൾക്കാരൊന്നല്ല. ദുഷ്യന്ത എന്താ കൊണ്ടാ മറന്നത് ശകുന്തളയെ? മോതിരം. മോതിരം. പിന്നല്ല, അറിയാം നമുക്ക്. മഞ്ജരി ആളും തരം നോക്കി സംസാരിക്കട്ടോ. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. ശരി, നമുക്ക് കം ടു ദ പോയിന്റ്. അപ്പൊ ആ മറവിക്ക് എന്താണ് കണ്ണേട്ടൻ തന്ന സമ്മാനം? സന്തോഷ് ബ്രഹ്മി ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ കിട്ടിയത് വേറെ ഒന്നാണ്. അല്ല, മറവിക്ക് സന്തോഷ് ബ്രഹ്മി എന്ന് പറഞ്ഞിട്ട് ഈ വാച്ചാണോ തന്നത്? സ്മാർട്ട് വാച്ച് ആവുമ്പോ എല്ലാ കാര്യങ്ങളും ഓർത്തെടുക്കാം. ഡേറ്റ്സ് ഒക്കെ ഇതില് നോക്കി വെക്കാം. ഹസ്ബൻഡിന്റെ ഒരു കരുതലുണ്ടോ? ആ വാച്ച് എടുക്കാൻ മറന്നാ മതി. അപ്പൊ എല്ലാം മറക്കും. അപ്പൊ അമ്മയെ വിളിക്കാം. ശരി, മറക്കൂല. അത് മറക്കൂല. മേഘന, അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. നന്നായി പ്രാക്ടീസ് ചെയ്യാ, നന്നായി പെർഫോം ചെയ്യാ കേട്ടോ. ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അടുത്ത റൗണ്ടിൽ നികത്തി വരാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3 അടുത്തതായി പാടാൻ വരുന്നു മലപ്പുറത്ത് നിന്നുള്ള മത്സരാർത്ഥി. നമുക്ക് സ്വാഗതം ചെയ്യാം ജ്യോതിഷ സുർജിത്ത്. കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി മുത്തോട് മുത്തു വച്ച വള കിലുക്കി കയ്യിൽ മുത്തോട് മുത്തു വച്ച വള കിലുക്കി മന്ദാര കുളങ്ങരെ കുളിച്ച
ജ്യോതിഷ മലപ്പുറത്ത് നിന്നാണ് വരുന്നത് അല്ലേ? അതെ, മലപ്പുറത്ത് മലപ്പുറം പൂക്കോട്ടൂർ. ശരി. അപ്പോ തുടക്കം തന്നെ ഒരു എന്തോ അത് പറയൂ. പറഞ്ഞു കേട്ടില്ല നേരത്തെ? പൂക്കോട്ടൂർ. ആ അത് നല്ലൊരു ഏരിയ ആണ്. മലപ്പുറത്തിന്റെ ഏത് സൈഡായിട്ട് വരും? മലപ്പുറത്തുനിന്ന് കുറച്ചടുത്തായിട്ട് വരും. കിഴക്കാണോ പടിഞ്ഞാറാണോ തെക്കാണോ? കുറച്ച് തെക്കായിട്ട് വരും. അപ്പൊ തുടക്കം തന്നെ ഒരു മാപ്പിള പാട്ടൊക്കെ പാടി എങ്ങനെയുണ്ടായിരുന്നു? പെർഫോമൻസ് റൗണ്ട് നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയോ? ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ കുഴപ്പമൊന്നും തോന്നിയില്ല. നന്നായി പാടി. നമുക്ക് ആധികാരികമായിട്ട് ഇവരോട് തന്നെ ചോദിക്കാം. വേണു ചേട്ടാ. ആയി ജ്യോതിഷ. ഹലോ സർ. ആയി നന്നായിട്ട് എനർജറ്റിക് ആയിട്ട് പാടി കേട്ടോ. അയ്യോ, എനിക്കിപ്പോ കണ്ടിട്ടേ എന്താ എന്താ പറയാ, സ്വപ്നാണോ സ്വപ്നല്ല, സത്യാണോ അറിയണില്ല. ഇത്രയും രണ്ട് ലെജൻസിന്റെ മുന്നിലാണ് ഇപ്പൊ നിൽക്കുന്നത്. സന്തോഷമായിട്ട് പാടി അല്ലേ? താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്. ആയി. ഓക്കെ സർ, താങ്ക് യു. ജ്യോതിഷ ടീച്ചർ അല്ലേ? ഞാൻ ടീച്ചറാണ്. ടീച്ചറാണ്. ഏത് സബ്ജക്റ്റാ? ഞാൻ ഇംഗ്ലീഷ് എടുക്കാറുണ്ട്, EVS എടുക്കും. പക്ഷെ ടീച്ചറെ കുറിച്ച് ഞങ്ങൾ വേറെ ഒന്ന് കേട്ടു. എന്താ കേട്ടത്? ടീച്ചർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് എന്നുള്ളത്. പാട്ട് പാടാനുള്ള കഴിവാണോ? പാട്ട് പാടാൻ മാത്രല്ല, ആംഗ്യ ഭാഷയിൽ പഠിപ്പിക്കാനുള്ള ഒരു കഴിവ്. ഓഹോ. പാട്ട് ചെറുതായിട്ടൊക്കെ. പാടി പഠിപ്പിക്കുക. ആക്ഷൻ സോങ് ആണോ? അതെ, ആക്ഷൻ സോങ്. ഒന്ന് കണ്ടാ കൊള്ളാന്നുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ പഠിപ്പിച്ചു കൊടുക്കാം. യെസ്, പഠിപ്പിച്ചു തരട്ടെ? പഠിപ്പിച്ചോളൂ. ഹാൻഡ്സ് ഓൺ മൈ ഹിപ്സ്. ടീച്ചർ എത്ര ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഹാൻഡ്സ് ഓൺ മൈ ഹിപ്സ്. What is this here? Oh. What is this here? This is my head thinker, mama, my dear. പോരട്ടങ്ങട്. പോരില്ലതൊന്നും അങ്ങനെ. ഇതിന്റെ അകത്ത് ഒന്നില്ലാന്നാണ് നാട്ടുകാർ പറയാറ്. അത് ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന ടീച്ചറല്ലേ. ചെയ്യണേ. ചെയ്യാവേ. ശ്രദ്ധിച്ച് കാണണേ. ഓക്കെ. Hands on my hips. What is this here? This is my head thinker, mama, my dear. Head thinker, Nikki Naki no. This is what I learned when I went to school. Hands on my hips. What is this here? This is my eye blinkers, mama, my dear. Head thinker, eye blinker, Nikki Naki no. This is what I learned when I went to school. അതെ, അതെ. ഇതിനെ നിക്കിനാക്കാന്നാ പറയാ. ഇങ്ങനെയാണോ? ഇത് ആക്ഷൻ സോങ്സ് ഒക്കെ പഠിപ്പിക്കുമ്പോ പഠിപ്പിക്കുന്ന സ്റ്റൈൽ വേറെ ഉണ്ട്. അതെങ്ങനെയാ? ഫോർ എക്സാമ്പിൾ, ഞാൻ നൗൺ പഠിപ്പിക്കട്ടെ. നൗൺ What is noun? നൗൺ ഈസ് നൗൺ അല്ലേ? ഇനിയിപ്പോ എന്നാ ഇനി അടുത്ത പ്രാവശ്യം മറക്കൂല നൗൺ എന്താന്ന്. ഓർമ്മിപ്പിച്ചേ. Noun is a naming word. Noun is a naming word. What is noun? ഇതാണ് ഇവിടെയാണ് ഇതേപോലെ ഒരു ടീച്ചർ. അല്ല, അതല്ല, ഞാൻ എന്റെ പഴയ കാലഘട്ടത്തിൽ പോയി. ഇതേപോലെ ഒരു ടീച്ചർ മിസ്സായിരുന്നു എനിക്ക്. അതാണ് ഞാൻ ഇങ്ങനെയായി പോയത്. എന്താ നൗൺ ഈസ്? നമുക്ക് ജോണി എസ് പപ്പയില് ഒതുക്കാൻ പറ്റുമോ? പാട്ട് നല്ല അസല് പാട്ടാണ്. നന്നായിട്ട് പാടി. ആദ്യത്തെ ഒരു വേദിയിലല്ലേ ഇതിപ്പം. ഒരുപാട് നാള് പാട്ട് പഠിക്കാതെയും അങ്ങനെ ഒരു കോമ്പറ്റീഷനിലൊക്കെ. അതുകൊണ്ട് ഞങ്ങള് അധികമൊന്നും പറയുന്നില്ല. അപ്പോ എന്തൊക്കെ ഉള്ളിലുണ്ട് അല്ലേ? എനിക്ക് ഒരു കാര്യം ഇമ്പ്രൂവ് ചെയ്യാം എന്ന് തോന്നിയത്, കുറച്ച് ഷാർപ്പാവുന്നുണ്ട് പാടി വരുമ്പോ. നെക്സ്റ്റ് ടൈം. വളരെയധികം ആഗ്രഹം ആ ഹസ്ബൻഡിനൊന്ന് നേരിട്ട് കാണണം, ഈ വേദിയിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് കാണണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം തോന്നിയോ? അപ്പൊ വിളിച്ചോളൂ. എന്താണ് വീട്ടിൽ വിളിക്കുന്നത് ഹസ്ബൻഡിനെ? ഉണ്ണേട്ടാന്ന് വിളിക്കും. ഉണ്ണേട്ടനെ വിളിച്ചോളൂ. ഉണ്ണേട്ടാവാ. ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. എന്താണ് ശരിക്കും പേര്? ശരിക്കുള്ള പേര് സുർജിത്ത്. സുർജിത്ത്. ഉണ്ണേട്ടെന്ന് വീട്ടിൽ വിളിക്കും അല്ലേ? സുർജിത്ത് എന്താണ് ചെയ്യുന്നത്? ഞാൻ ചെറിയൊരു ബിസിനസ് ആയിട്ട് ഇങ്ങനെ പോകുന്നു. അല്ല, മലപ്പുറത്തല്ലേ സ്ഥലം? അപ്പോ അവിടെ ഒരുപാട് കാൽപന്ത് പ്രാന്തന്മാരുടെ സ്ഥലം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ? അങ്ങനെ ഒരു പ്രാന്തനാണ്. ഫുട്ബോൾ പ്ലെയർ ആണോ അതോ കാണുന്ന ഫാൻ മാത്രമാണോ? അല്ലല്ല, വലിയ പ്ലെയർ അല്ല, ചെറിയൊരു പ്ലെയർ ആണ്. അല്ല, അപ്പൊ കൊറേ ഫാൻസ് കാണുമല്ലോ. തീർച്ചയായിട്ടും കുറെ ഫാൻസ് ഉണ്ട്. ഈ ഫാൻസ് ഉണ്ടാവുന്നത് അവര് ഇങ്ങനെ ഈ ഉണ്ണിയേട്ടനെ നോക്കുന്നത് ഭാര്യയ്ക്ക് അത്ര ഇഷ്ടല്ല. ചെറിയൊരു കുശുമ്പ് എവിടെയുണ്ട്. അതിന്റെ തെളിവുണ്ട് ഞങ്ങളുടെ കയ്യിൽ. ഇല്ലല്ലോ, ഇല്ല. എന്തൊക്കെയോ സത്യങ്ങൾ വരുന്നു. ജ്യോതിഷ, കുഴപ്പമില്ല.
അതെ. എനിക്ക് ഒരു കുശുമ്പുമില്ല. ഭൂരിഭാഗം ഭാര്യമാരും അതുപോലെ തന്നെ. കുറച്ചൊക്കെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ നമ്മളിപ്പോ ഇങ്ങനെ നിക്കുമ്പം, അതായത് കുറെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ നോക്കുമ്പോ ചെറുതായിട്ടൊരു കുശുമ്പ്. ചെറുത് വലുതല്ല, ചെറുതായിട്ട്. ശരി, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായി? 10 വർഷമായി. 10 വർഷമായി. ഞാൻ പറഞ്ഞു കൊടുത്തു, കണ്ടില്ലേ? ആ സമയം പോയത് ആൾ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ്. അത്ര സുന്ദരമായ ജീവിതമായിരുന്നു 10 വർഷമായിട്ട്. അറിഞ്ഞില്ല, ദിവസങ്ങൾ എണ്ണാൻ പറ്റിയില്ല. എന്തോ ഒരു ഹാൻഡ് ഓഫ് ഗോഡ് ഉണ്ട് കൂടെ. എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയത്? കണ്ടുമുട്ടിയത് അറേഞ്ചറാണ്. അറേഞ്ചറാണ്. മാരേജ്. ശരി, അതിനുശേഷം പിന്നെ ഞങ്ങൾ പ്രണയിച്ചു. അപ്പൊ ഈ പുതിയ വർഷമല്ലേ ഇനി വരാൻ പോകുന്നത്? അതെ. ജ്യോതിഷയുടെ ആഗ്രഹങ്ങൾ എന്താണ്? എനിക്കൊന്ന് ഗൾഫിൽ പോണം. ഗൾഫില്? ഗൾഫിൽ ഏത്? അല്ല, ആഗ്രഹം എന്താന്നല്ലേ ചോദിച്ചേ, നടക്കുമെന്ന് ചോദിച്ചിട്ടില്ല. ഗൾഫ് രാജ്യമായി കേറിയിട്ടില്ല. അപ്പൊ എനിക്കൊന്ന് പ്ലെയിൻ കയറി പോണം എന്നൊരു ആഗ്രഹമുണ്ട്. അത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും കയറാം. ഇന്റർനാഷണൽ കാരണം അതാ ആഗ്രഹം. ഓ, ഇന്റർനാഷണൽ. പുള്ളി വൈഫിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇത്രയധികം ആഗ്രഹങ്ങൾ ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല എന്നാണ്. അത്രയധികം ആഗ്രഹങ്ങളുണ്ട്. അതല്ലേ ഞാൻ ചോദിച്ചത്. അതെ, ഗൾഫ് കയറണം എന്നുള്ള ആഗ്രഹം. ഗൾഫിൽ പോണം, അതാണ്. ഓക്കെ, അപ്പൊ എല്ലാ ആഗ്രഹങ്ങളും ജീവിതത്തിൽ നടക്കട്ടെ കേട്ടോ. രണ്ടുപേർക്ക് ഒരുമിച്ചുള്ള ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ മത്സരമുണ്ട്, നന്നായി പ്രാക്ടീസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ശരി, അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ മത്സരം തുടരാം അല്ലേ? നമ്മുടെ പ്രേക്ഷകരെല്ലാവരും നമ്മുടെ വാശിയേറിയ നമ്മുടെ മ്യൂസിക്കൽ വൈബ്സിന്റെ പോരാട്ടം കാണാൻ റെഡി ആയിട്ടിരിക്കുവാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യാം. ഇനി അടുത്തതായി വരുന്നത് ഒരു മഞ്ചേരിക്കാരിയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം അശ്വതി അനൂപ്.
വരുമോ? സ്വാഗതം. നന്നായി പാടാൻ പറ്റുമോ? കുറച്ചുകൂടെ പ്രതീക്ഷിച്ചു. നന്നായി പാടാൻ പറ്റുമോ? പ്രാക്ടീസ് ഒക്കെ കുറച്ച് നന്നായിരുന്നു. അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ട്. റിഹേഴ്സലിന് പാടിയപ്പോ ഓക്കെ ആയിരുന്നു. ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു വേദിയില്? ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇത്രയും വലിയൊരു വേദിയില്. ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ജഡ്ജസിന് മുന്നിൽ ഫസ്റ്റ് ടൈം. മഞ്ജരി, മഞ്ചേരിയിൽ നിന്നൊരു പാട്ടുകാരി. നല്ല രസമുണ്ട് പാട്ട്, നല്ല ഭംഗിയായിട്ട് പാടി. താങ്ക് യു മാം. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് മഞ്ചേരിയില് പത്തിരിയാൽ. ഞങ്ങക്ക് ഈ ഭക്ഷണം ഇഷ്ടമാണല്ലോ. വല്ലോ മനസ്സിലായോ? പത്തിരിയാൽ എന്ന് പറഞ്ഞ സ്ഥലം, മഞ്ചേരിയില് പത്തിരിയാൽ എന്ന് പറഞ്ഞ സ്ഥലം ഒന്ന് പറയൂ. പത്തിരിയാൽ. അവിടെ എന്താണ്, എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് എന്തെങ്കിലും ഉണ്ടോ? പത്തിരി ആയിരിക്കും. പത്തിരി സ്പെഷ്യൽ ആയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അതിന്റെ കൂടെ എന്തായിരിക്കും? പത്തിരിന്റെ കൂടെ ഇറച്ചിക്കറി, ചിക്കൻ കറി, ബീഫ് എല്ലാം ഉണ്ട്. അത് നമ്മള് മാറ്ററിനെ പോയി. പാട്ടിനെ കുറിച്ച് പറയുമ്പോ പ്രാക്ടീസ് ചെയ്ത് അത്ര പാടാൻ പറ്റിയില്ല എന്ന് പറഞ്ഞെങ്കിലും ഇപ്പൊ ഇവിടെ പാടിയത് നന്നായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. എന്താണ്, അവിടെ ഇവിടെയും തട്ടാതെ നല്ല വൃത്തിയായിട്ട് സ്മൂത്ത് ആയിട്ട് പാടിപ്പോയി. ഭംഗിയായിരുന്നു. താങ്ക് യു മാം. അസലായിട്ട് പാടി, സർ. നന്നായിട്ട് പാടി. താങ്ക് യു സർ. എന്തോ ഈ പറഞ്ഞ പോലെ സംതിങ് ഈസ് ഹോൾഡിങ് യു ബാക്ക്. എന്തോ ഒന്ന് പുറകിലേക്ക് പിടിച്ച് വലിക്കുന്നു അല്ലേ പാട്ടിനിടയിൽ. ബട്ട് യുവർ സിംഗിങ് ഈസ് ഗുഡ്, വെരി ഗുഡ്, ക്ലീൻ. താങ്ക് യു സർ. പിന്നെ വായി ടെൻഷനാണ് മെയിൻ ആയിട്ട്. അത് കളയൂ. വൺസ് ഇൻ എ ലൈഫ് ടൈം ചാൻസ് ആണ് ഇത്. ഗ്രേറ്റ് സ്റ്റേജ്, ഗ്രേറ്റ് ഓഡിയൻസ്. അപ്പോൾ ധൈര്യമായിട്ട് ഒന്നും നഷ്ടപ്പെടാനില്ല. ജസ്റ്റ് സിംഗ്, മറന്നു പാടുക, എല്ലാം മറന്നു കേട്ടോ. എല്ലാം നന്നാവും, എല്ലാം ഉണ്ട് ഉള്ളിൽ. വോയിസ്, സംഗതികൾ, ശ്രുതി, ടെക്നിക്സ്, ക്രാഫ്റ്റ് എല്ലാം ഉണ്ട്. പിന്നെന്തിനു പേടിക്കണേ? പാടൂ ധൈര്യമായിട്ട് കേട്ടോ. താങ്ക് യു സർ. അശ്വതി, ഇപ്പൊ രണ്ടുപേരും പറഞ്ഞിട്ടുള്ളത് എല്ലാം ഉണ്ട്. അപ്പൊ ടെൻഷനൊന്നും മാറ്റി വെച്ച് അടുത്ത റൗണ്ടിൽ വന്ന് പൊളിച്ചാൽ മതി. ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അത് വിട്ടേക്ക്, അത്രേ ഉള്ളൂ. അശ്വതിയുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ, പിന്നെ ഹസ്ബൻഡ് പുറത്താണ്. എനിക്കൊരു മോളുണ്ട്. ഹസ്ബൻഡിന്റെ പേര് അനൂപ്. ശരി, മോളുടെ പേര് ശ്രീഭദ്ര. അവര് ഫാമിലി ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ? ശരി, നമുക്കൊരു ചെറിയൊരു വീഡിയോ ഉണ്ടല്ലോ, കാണാം. എന്തായാലും അശ്വതി നല്ല ടെൻഷനിലാണ്. ആദ്യത്തെ റൗണ്ടാണ്, ഫസ്റ്റ് ഡേ ആണല്ലോ. അപ്പൊ ഒരു ടെൻഷൻ മറ്റൊരു ചെറിയ ക്യാപ്ഷൻ. ഓക്കെ. ഫ്ലവേഴ്സിന്റെ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ഷോയിലേക്ക് എൻ്റെ ഭാര്യ അശ്വതി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നറിഞ്ഞാൽ വളരെ സന്തോഷം. വളരെയധികം കഴിവുള്ള ആളാണ്. ഇങ്ങനൊരു പ്ലാറ്റ്ഫോം തന്നെ എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്ത ഫ്ലവേഴ്സ് ചാനലിന് നന്ദി അറിയിക്കുകയാണ്. വളരെ കാലമായിട്ട് ഇങ്ങനെ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്ന ആൾക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. അവൾക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും അവൾക്ക് നേരാണ്. അവളുടെ കൊച്ചു കൊച്ചു ദേഷ്യങ്ങളെല്ലാം മാറ്റിവെച്ച വളരെ പക്വതയോടെ അവൾ ഈ റിയാലിറ്റി ഷോയുടെ ഭാഗമാവട്ടെ, വിജയിച്ച് മുന്നോട്ട് വരട്ടെ. ഐ ലവ് യു അശ്വതി. ഐ ലവ് യു ടു തിരിച്ചു പറയുന്നത്. അശ്വതി അശ്വതി, അനൂപ് എവിടെയാ? ബഹ്റൈനില്. ചോദിക്കൂ, ഇഫ് ഐ റീച്ച് ഫിനാലെ അനൂപ് വരുമോ എന്ന് കൈയോടെ ചോദിക്കും. അനുവേട്ട ഫിനാലയില് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കണു. എനിക്ക് അവിടെ വരെ എത്താൻ കഴിയട്ടെ. ഐ ലവ് യു ടു. ഫീലിംഗ് പോരായിരുന്നു കേട്ടോ. ശരി, എന്തായാലും അപ്പൊ ഫിനാലെ വരെ എത്തട്ടെ, അനൂപേണ്ണ നേരിട്ട് കാണാൻ പറ്റട്ടെ. അപ്പൊ അശ്വതി, അദ്ദേഹം എന്താണ് അവിടെ വർക്ക് ചെയ്യുന്നത്? എന്താ അവിടെ ബഹ്റൈൻ ഡ്യൂട്ടി ഫ്രീയിലാണ്. അദ്ദേഹത്തിന്റെ മുഖത്തെ വിഷമം കണ്ടോ? ഞാൻ ജോലി കാര്യങ്ങളായിട്ട് അകപ്പെട്ടിരിക്കുക എന്നാ പറഞ്ഞേ. കാരണം ഭാര്യയെ കൂടിയില്ലാത്തതുകൊണ്ട് അകപ്പെട്ടതുപോലെ ഫീൽ ചെയ്യുന്നു അദ്ദേഹത്തിന്. പിന്നെ ലാസ്റ്റ് ഐ ലവ് യുലെ എല്ലാ സ്നേഹം. അശ്വതി, കുറച്ച് വിഷമം തോന്നുന്നുണ്ടോ? മിസ് ചെയ്യുന്നുണ്ടോ? മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ നിർബന്ധിക്കണമൊന്നുമില്ല വരാൻ. അതല്ല, ആള് വന്നു കഴിഞ്ഞാൽ ഒരു മാസത്തെ ലീവേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മാസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ആകെ പുറത്തൊക്കെ ഒന്ന് പോണ ഒരു ടൈമാ. ഈ മാസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ മാസം കിട്ടില്ല കറങ്ങാൻ പോകാനായിട്ട്. ഫിനാലയിലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും കൊണ്ടുവരും കേട്ടോ. ഫിനാലെ ആണെങ്കിൽ നമുക്ക് അത് ഫസ്റ്റ് വീക്ക് ആക്കാം, ബാക്കി 3 വീക്ക് കിട്ടും. സൊല്യൂഷൻസ് ഉണ്ട് ഇവിടെ. തവണ ഗോവയിൽ പോണെന്നാ വിചാരിക്കുന്നേ. ഞങ്ങള് പോയിട്ടില്ല. ഞങ്ങള് കൊറേ കാലമായിട്ട് പ്ലാൻ ചെയ്യണ ഒരു സ്ഥലം. എന്താ അങ്ങനെ ഗോവ തന്നെ പോണെന്ന്? ഒന്നുമില്ല, കൊറേ കാലമായിട്ട് ഗോവ നിങ്ങൾ പറഞ്ഞ് പ്ലാൻ ഇട്ട് വരും. ഇവിടെ വരുമ്പോ അത് ഊട്ടി,
ഓക്കെ. ഇങ്ങനെ എറണാകുളം ലുലു മോള് അതൊക്കെ അയച്ചു തരും. അപ്പൊ എന്തായാലും അശ്വതി, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. നന്നായി പ്രാക്ടീസ് ചെയ്യുക. രണ്ടുപേരും നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫിനാലെ വരെ എത്തട്ടെ. ഹസ്ബൻഡിനെ ഉടൻ തന്നെ പെട്ടെന്ന് കാണാൻ സാധിക്കട്ടെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3യിൽ ഇനി അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. മഞ്ജരി, ഞാൻ ഒരു മത്സരാർത്ഥിയെ ഒരു സ്ഥലത്ത് നടക്കുക. ഏതാ സ്ഥലം? സ്ഥലത്തിന്റെ പേര് കണ്ണൂർ. ഇപ്പൊ മഞ്ചേരിയുടെ നാടാണല്ലോ മഞ്ചേരി. നേരത്തെ ആ മഞ്ചേരി കയറിയതാ. ആ മഞ്ചേരിയുടെ നാടാണല്ലോ. അപ്പൊ എപ്പോഴും മഞ്ചേരിയുടെ നാട്ടിൽ നിന്നുള്ള ആൾക്കാരെ തൃശ്ശൂരായിരിക്കും. ഞാൻ അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്നു. റിമ രാമചന്ദ്രൻ. ചുണ്ടത്ത് ചെത്തിപ്പൂ ചെണ്ടു വിരിഞ്ഞു
റിമ, ഞാൻ തുടക്കം തന്നെ അഭിമാന പുരസ്സരം സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അത് തെറ്റിച്ചില്ല, ഞെട്ടിച്ചു അല്ലേ? ഞെട്ടി. തൃശ്ശൂർ എവിടെ വീട്? ആമ്പല്ലൂര് അടുത്ത് പരന്തരപ്പള്ളി. തൊട്ടപ്പുറത്ത്. ആ, വരന്തരപ്പള്ളി എന്നൊക്കെ പറഞ്ഞ എടാപ്പോടെ ബന്ധം. അന്തിക്കാട്. അന്തിക്കാട് അപ്പുറത്തെ സൈഡാണ്. ഇത് ആമ്പല്ലൂർ പുതുക്കാടൊക്കെ കഴിഞ്ഞു ഹൈവേ. ഹൈവേന്ന് കുറച്ച് പോകണം വരന്തരപ്പള്ളി ജംഗ്ഷനില്. ജംഗ്ഷൻ. സച്ച് എ ജോക്കി ഗേൾ. ആ ശരി, അപ്പൊ പാട്ടിനെ കുറിച്ച് പറഞ്ഞോളൂ വേണു ചേട്ടാ. അടിച്ചു പൊളിച്ചു. താങ്ക് യു സോ മച്ച് സാർ. വിത്ത് സ്റ്റേജ് ഡാൻസ് കോറസ് എല്ലാം നന്നായിരുന്നു കേൾക്കാനും കാണാനും. എടാ അതിൻ്റെ ഒരു ടെക്നിക്സ് എല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. എടാ പാടുമ്പോൾ ശ്രുതി സംഗതികൾ അടിപൊളി പാട്ടാണെങ്കിലും അതിലും സംഗതിയുണ്ട് അല്ലേ? അതിൻ്റെ പെർഫെക്ഷൻ നന്നായിരുന്നു. എൻജോയ്. താങ്ക് യു സാർ. മഞ്ചരി ആരെയോ നോക്കിയിട്ടാണ് പാടിക്കൊണ്ടിരുന്നത്. ഞാൻ നോക്കുമ്പോ ലാസ്റ്റില് ഇങ്ങനെ ആക്കട്ടെ എന്നൊക്കെ പെർമിഷൻ ചോദിക്കുന്നു ആരോടോ. അപ്പൊ അതുവരെ ഇങ്ങനെ നിന്ന് പാടുന്ന ഒരാള് പിന്നെ ഡാൻസ് ഇങ്ങനെയൊക്കെ. അത്രയും പേടിയാണോ? ഭർത്താവ് എന്താണ്? ഞാൻ സ്റ്റെപ്പ് ഇട്ടത് ആക്ച്വലി ഇങ്ങനെ. എങ്ങനെയാണ്? ഹസ്ബൻഡ് ആണോ പ്രൊമോട്ട് ചെയ്യുന്നത്? ഇങ്ങനെ. അതെ അതെ, ഡാൻസ് പഠിച്ചതാ, ഭരതനാട്യം, മോഹിനിയാട്ടം. അല്ല റിമ, രാമേന്ദ്രൻ എവിടെ? വിളിക്കൂ. ലാൽകൃഷ്ണ എന്ന പേര്. ലാൽ. വരട്ടെ ലാൽ. എന്താ വീട്ടിൽ വിളിക്കുന്നേ? ഞാൻ കിച്ചുവേട്ടൻ എന്നാ വിളിക്കുക. എല്ലാരും ലാലു എന്നാ വിളിക്കുക, പക്ഷെ ഞാൻ കിച്ചുവേട്ടൻ എന്നാ വിളിക്കുക. നമ്മള് വിളിക്കുന്ന പോലെ വിളിച്ചാ. കിച്ചുവേട്ടാ വരൂ. ബീജം കിട്ടുകൊടുത്ത് അങ്ങ് കളറാക്കി. ഹലോ, ഹായ്, നമസ്കാരം, നൈസ് ടു മീറ്റ് യു. ശരി, എങ്ങനെയുണ്ടായിരുന്നു ഭാര്യയുടെ പാട്ട്? നന്നായിരുന്നു. ഇഷ്ടപ്പെട്ടു. വരന്തരപ്പള്ളിക്കാരനാണ്. എന്താ ചെയ്യുന്ന വർക്ക്? എന്താ? ഞാൻ സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. എവിടെയാണ്? ബാംഗ്ലൂരാണ്. രണ്ടുപേരും ബാംഗ്ലൂരാണോ? വർക്ക് ചെയ്യായിരുന്നു ശ്രീകൃഷ്ണപുരത്ത്, മാനേജറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഏജൻസിയിൽ ടെക്നോളജി മാനേജറായിട്ട്. ഇപ്പം PSCയുടെ ഒരു ലിസ്റ്റിൽ വന്നിട്ടുണ്ട് അഗ്രികൾച്ചർ ഓഫീസർ ആയിട്ട്. അപ്പൊ അത് ഞാൻ വെയിറ്റിംഗ് ആണ്. 2024 അല്ലെ, പുതുവർഷത്തിൽ പല നല്ല കാര്യങ്ങളും നടക്കട്ടെ ജീവിതത്തിൽ. ഇതൊരു തുടക്കം മാത്രം. തീർച്ചയായിട്ടും. എങ്ങനെയുണ്ടായിരുന്നു ഭാര്യയുടെ പാട്ട്? ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആളാണോ? ഭാര്യ വീട്ടില് ഫുൾ സിംഗിങ് വൈഫ് തന്നെയാണ്? ഫുൾ സപ്പോർട്ടാണ്. ഏതാണ് ഇഷ്ടപ്പെട്ട ഗാനം ഭാര്യ പാടുന്നതിൽ? എല്ലാതും. ഭാര്യ വാ തുറന്ന് ഒരു പാട്ട് പാടിയാൽ അതാണ് എന്റെ ഫേവറേറ്റ്. എന്നാലും ഒരു ഫേവറേറ്റ് അതിപ്പോ ഈ പാട് ചിന്ന ചിന്ന വണ്ണക്കുൽ അത് ഇഷ്ടമാണോ? ശരി, ഓക്കെ, പാടിക്കോളും. மன்னவன் பேரை சொல்லி மல்லிகை சூடிக்கொண்டே மன்மதன் பாடல் ஒன்று நெஞ்சுக்குள் பாடிக்கொண்டே சொல்லத்தான் இன்னியும் இல்லையே பாஷைகள் என்னவோ ஆசைகள் எண்ணத்தின் ஓசைகள் மாலை சூடி மஞ்சம் தேடி மஞ்சம் தேடி காதல் தேவன் சந்நிதி காண 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 சின்ன சின்ன வண்ண கோயில் கொஞ்சி கொஞ்சி கோவதம்மா புரியாத ஆனந்தம் புதிதாக ஆரம்பம் புரியாத ஆனந்தம் புதிதாக ஆரம்பம் பூத்தாடும் தேன்முட்டு நானா நானா சின்ன சின்ன வண்ண கோயில் கொஞ்சி கொஞ்சி கோவதம்மா. വൈഫ് ഈ പാട്ട് ആർക്ക് വേണ്ടി പാടിയെന്നറിയോ? നമുക്കെല്ലാവർക്കും അല്ല, ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ട പാട്ട് ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒരു ബന്ധമില്ലാത്തോടെ ഇങ്ങനെയായിരുന്നല്ലോ. ഒരുപാട് പ്രാവശ്യം കേട്ട് പഴകിയ പാട്ടായതുകൊണ്ടാണ്. ആൾക്ക് വിട്ടോർത്തിരിക്കും, അതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ അധികം ഷൈൻ ചെയ്യുന്നില്ല. തൃശ്ശൂർക്ക് അങ്ങനെ ഒരു ഉണ്ടോ? ഞാൻ തന്നെ അതുകൊണ്ട് കല്യാണം വളരട്ടെ, അതുകൊണ്ടല്ല ഞാൻ വളരാതെ ഇവിടെ നിൽക്കുന്നത്. ശരി, അപ്പൊ എന്തായാലും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷം? 1.5 വർഷം ആവുന്നു. എങ്ങനെയാണ് കണ്ടുമുട്ടിയത്? അറേഞ്ച്ഡ് മാരേജ്? അറേഞ്ച്ഡ്. എന്തായിരുന്നു നമ്മുടെ റിമയിൽ കണ്ട ഒരു ക്വാളിറ്റി? ഓക്കെ, ദിസ് ഈസ് മൈ പാർട്ട്ണർ, ലൈഫ് പാർട്ട്ണർ ആയിട്ട് ഇനി റിമ മതി എന്ന് എപ്പോ തീരുമാനിച്ചു? സിംപ്ലിസിറ്റി. ആള് ഹാപ്പിയാണ് എപ്പോഴും, ഭയങ്കര ലവ്ലി ആയിട്ട് എപ്പോഴും ചിരിച്ചു കളിച്ചാണ് ഇരിക്കാറ്. ഓക്കെ, പക്ഷെ 3 പ്രാവശ്യം ആരോ റിജക്ട് ചെയ്തിട്ടുണ്ടല്ലോ.
ആരായിരുന്നു? അതെ എന്നെ തന്നെയാണ്. ആണോ? അതെ അതെ. അവിടെ സിംപ്ലിസിറ്റിയിൽ ആദ്യം വീടും. അപ്പൊ ആരാ റിജക്ട് ചെയ്തത്? എന്റെ വീട്ടിൽ ദൂരം അത് മീൻസ് ദൂരം എന്റെ വീട് പാലക്കാടാണ് ശരിക്കും. പാലക്കാടാണ്. ഇപ്പൊ തൃശ്ശൂര്. ചേട്ടന്റെ വീട്? ഞങ്ങളുടെ വീട് തൃശ്ശൂര്. അപ്പൊ അടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്നായിരുന്നു നോക്കുന്നുണ്ടായിരുന്നു അവര്. കുറച്ച് ദൂരമുണ്ട്, 100 കിലോമീറ്റർ ഉണ്ട്. വീണ്ടും വീണ്ടും അപ്രോച്ച് വീണ്ടും വിളിച്ചു. ശരി, റിമ ഏത് ക്വാളിറ്റിയിലാണ് സ്ട്രൈക്ക് ആയത്? ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ അല്ലേ. അപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ അപ്പം തന്നെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആളുടെ അടുത്ത് കണ്ടു. അതായത് ഞാൻ പാടുന്ന അറിഞ്ഞിട്ട് യൂട്യൂബ് ചാനലിൽ ഒരു ലിങ്ക് ഉണ്ട്, അപ്പം അത് ഞാൻ ഫേസ്ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം മാട്രിമോണി പ്രൊഫൈലിൽ നിന്ന് ഫേസ്ബുക്ക് വഴി എന്നെ ഐ മീൻസ് എങ്ങനെയാണ് നോക്കിയിട്ട് നോക്കുമല്ലോ. അപ്പോൾ ആ ലിങ്ക് വഴി എൻ്റെ പാട്ട് കേട്ടിട്ട് അങ്ങനെ ഇഷ്ടമായി ആദ്യം. അപ്പോൾ ഞാൻ പാടുന്ന ഇങ്ങനെ പറയുമല്ലോ, സംഗീതം പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇപ്പോൾ പാടാറുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ കാണിച്ചൊരു ഭയങ്കര പോസിറ്റിവിറ്റി തോന്നി. അല്ല, ആ സംസാരത്തിൽ നിന്നും ആ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് അത് നമുക്ക് ഫസ്റ്റ് കാണുമ്പോൾ നമുക്ക് ക്യാരക്ടർ മനസ്സിലാവില്ല, എന്നാലും അപ്പം തന്നെ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ അവിടെ ഇങ്ങനെ പടരുന്നുണ്ടായിരുന്നു. അല്ല, ഞാൻ വേറെ കാര്യം ചോട്ടെ, ഇങ്ങനെ തംസപ്പ് കൊടുത്ത പെൺപിള്ളേർക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അങ്ങനെയല്ല. അല്ല, അവരുടെ പാട്ട് പോയി കേൾക്കണം, പിന്നെ അത് കേട്ട് നല്ല ഞാൻ കേൾക്കോ കേൾക്കാതിരിക്കുമല്ല, ഞാൻ ആരെ കണ്ടാലും എന്റെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എല്ലാം എത്തട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. ശരി, അപ്പൊ അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഴാൻ സാധ്യത ഉണ്ട് അല്ലേ? അതിനുശേഷം പിന്നെ കണ്ടു. പിന്നെ നമ്മൾ കുറച്ചുകൂടി ക്ലോസ് ആയി സംസാരിക്കുമല്ലോ, നല്ല മാച്ചിങ് തോന്നി. ബെസ്റ്റ് ഫ്രണ്ടിനെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഫാമിലി ആയിരിക്കും റിഗ്രറ്റ് ചെയ്യുന്നത്. 2 പ്രാവശ്യമൊക്കെ വെറുതെ റിജക്ട് ചെയ്യാനത് നേരത്തെ കെട്ടിച്ചുകൂടായിരുന്നു എന്ന് ഫാമിലി ചിന്തിക്കുന്നുണ്ടോ? ഒന്നും കണ്ടിട്ടല്ല, ഈ അടുത്താണെങ്കിൽ അച്ഛനമ്മയ്ക്ക് ഇടക്കിടക്ക് വന്ന് കാണാലോ, അങ്ങനെയൊക്കെ. എന്റെ കാര്യം ഞാൻ തിരുവനന്തപുരം, അവിടുന്ന് ഒറ്റപ്പാലം, ചെറിയ ഡിസ്റ്റൻസ്. അപ്പൊ എന്തായാലും രണ്ടുപേരും ഒരുമിച്ച് കാണാൻ പറ്റിയാലും പെർഫോമൻസ് കാണാൻ പറ്റിയാലും ഒക്കെ ഒരുപാട് സന്തോഷം. അപ്പൊ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ, നന്നായി പ്രാക്ടീസ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. പൊളിക്കണം നാളെ. പിന്നെ തീർച്ചയായും അപ്പൊ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.